തിരുവനന്തപുരത്തെ പുതിയ മേയറെക്കുറിച്ച് പറയണ്ട എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും എങ്ങനെ പറയാതിരിക്കും? ആദ്യ ദിവസം തന്നെ സുതാര്യമായ അഴിമതി ഭരണം ഞാൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹം തിരുവനന്തപുരത്തുകാർക്ക് ഓഫർ ചെയ്യുന്ന ഒരു സംഘിസ്ഥാൻ മോഡലുണ്ട്. ഞങ്ങളുടെ സ്വന്തം സംഘി കോർപ്പറേഷൻ അതാക്കും തിരുവനന്തപുരം എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ ആണ്. അപ്പൊ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്കതിന്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും. വി രാജേഷ് പറഞ്ഞതാണ്. ഇത് കേട്ടിട്ട് തലസ്ഥാനവാസികൾ ഇൻഡോർ കോർപ്പറേഷൻ എന്ന സംഘി കോർപ്പറേഷൻ ഏതോ മധുര മനോജ്ഞ സുന്ദര സംഘിഭൂമിയാണ്, അവിടേക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇപ്പോൾ തേനും പാലും ഒഴുക്കുന്നു എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് അല്ലേ? അപ്പോൾ ഈ വാർത്തയോട് അങ്ങോട്ട് കേട്ടെ. മധ്യപ്രദേശ് ഇൻഡോറിൽ മാലിന്യം കലർന്ന വെള്ളം കുടിച്ച് മരിച്ചവരുടെ എണ്ണം 13ആയി. ചികിത്സയിലുള്ള 169 പേരിൽ 8 നവജാത ശിശുക്കളടക്കം ഗുരുതരാവസ്ഥയിലാണ്. ഇൻഡോർ നഗരത്തിലെ ഭഗീരഥ്പൂരിൽ പൈപ്പിലൂടെ എത്തുന്ന കുടിവെള്ളം ഉപയോഗിച്ചവർക്കാണ് ജീവഹാനിയുണ്ടായത്. ഇന്നലെ വെള്ളം കുടിച്ച് പെട്ടെന്നുള്ള വയറിളക്കവും ഛർദിയും നിർജ്ജലീകരണവും കാരണം 200-ലേറെ പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പലരും ബോധരഹിതരായിരുന്നു. ഗുരുതരാവസ്ഥയിലായ സ്ത്രീകളും കുട്ടികളും അടക്കമാണ് മരിച്ചത്. കേട്ടല്ലോ, തരുന്ന കുടിവെള്ളം വരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മൊത്തം അഴിമതിയായിരിക്കും. അല്ലെങ്കിൽ ഇൻഡോറിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണും. ആ മോഡൽ ഇവിടെ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. തരുന്ന കുടിവെള്ളത്തിൽ പോലും കൃത്യമായിട്ട് ചെയ്യാൻ. കാര്യം ഏതെങ്കിലും ഒരു വിഷയം ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ചെയ്തു വരുമ്പോഴാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് ചെയ്യണം. ആകെ വീട്ടിൽ നിന്ന് ചെയ്തിരിക്കുന്നത് എങ്ങനെ വളഞ്ഞ വഴി പൈസ ഉണ്ടാക്കാമെന്നാണ്. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇവർ തീർത്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, നേരത്തെ തിരുമല കൗൺസിലറായിട്ടുള്ള അനിൽ എന്തിനാണ് ഇവരോടൊപ്പം നിന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തേണ്ടി വന്നത് എന്നത് ആലോചിച്ചാൽ മതി. അതുപോലെയാണ് ഇനി തിരുവനന്തപുരത്തുകാരുടെ അവസ്ഥ. കുടിക്കുന്ന വെള്ളത്തിലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ന്റെ പണിയാകും. 1ഉം 2ഉം അല്ല. സംഘികളുടെ ആ സുവർണ കോർപ്പറേഷനിൽ 13 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 5ഓളം കുട്ടികൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. ഇതാണ് ഈ നാട്ടിലെ മറ്റുള്ള ഇടങ്ങളിലെ അവസ്ഥ. പിന്നെ മോഹന വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ ചാടിപ്പോകും, അല്ലെങ്കിൽ വല്ലാതെ പ്രലോഭനങ്ങളിൽ നമ്മൾ അങ്ങ് വീണുപോകും. എത്ര മണി ചെയിൻ തട്ടിപ്പിൽ നമ്മൾ വീണാലും, സാമ്പത്തിക പ്രലോഭനങ്ങളിൽ വീണാലും നമ്മൾ പഠിക്കില്ല. ഇവർ ഇതാ കൊണ്ടുവന്ന് മറിച്ചു തരുമെന്ന് പറയുമ്പോൾ ഇവർ മറിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തെന്നാണ് ഇൻഡോറിൽ നിന്ന് നിങ്ങൾ കേട്ട വാർത്ത. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഒന്നും ചെയ്യാനില്ല, അനുഭവിക്കാനേ വിധിയുള്ളൂ. പക്ഷെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ സ്വന്തം ജീവൻ പോലും പിന്നെ കിട്ടിയെന്ന് വരത്തില്ല. അതാണ് ഇൻഡോർ മാതൃക. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ ആണ്. അപ്പൊ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്കതിന്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും. മധ്യപ്രദേശ് ഇൻഡോറിൽ മാലിന്യം കലർന്ന വെള്ളം കുടിച്ച് മരിച്ചവരുടെ എണ്ണം 13ആയി. ചികിത്സയിലുള്ള 169 പേരിൽ 8 നവജാത ശിശുക്കളടക്കം ഗുരുതരാവസ്ഥയിലാണ്. ഇൻഡോർ നഗരത്തിലെ ഭഗീരഥ്പൂരിൽ പൈപ്പിലൂടെ എത്തുന്ന കുടിവെള്ളം ഉപയോഗിച്ചവർക്കാണ് ജീവഹാനിയുണ്ടായത്. ഇന്നലെ വെള്ളം കുടിച്ച് പെട്ടെന്നുള്ള വയറിളക്കവും ഛർദിയും നിർജ്ജലീകരണവും കാരണം 200-ലേറെ പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പലരും ബോധരഹിതരായിരുന്നു. ഗുരുതരാവസ്ഥയിലായ സ്ത്രീകളും കുട്ടികളും അടക്കമാണ് മരിച്ചത്.